ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇനി അടുത്തതെടുക്കാം. ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് ടുഡേ. ബ്രിട്ടീഷ് കോർപ്പറേഷൻ. ഇപ്പൊ എനിക്ക് ബുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ബുക്ക് കിട്ടിയിട്ട് ശരിയാക്കാം. ഇതിപ്പോ ഞാൻ പല സ്ഥലത്തുനിന്നും കോപ്പി ചെയ്തതാണ്. യുണൈറ്റഡ് കിങ്ഡം, അവിടെ അങ്ങനെ പലതരത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ട്. 7,000 രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ്സ് വിച്ച് ആർ ഓൺഡ് ബൈ 17 million ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് വിച്ച് കോൺട്രിബ്യൂട്ട് 34. അത് അവരുടെ ഒരു ഇക്കോണമിയുടെ ഒരു ഇതാണ്. യൂറോ ഒക്കെ പോലെ നമ്മളിങ്ങനെ പറയില്ലേ, ഡോളറൊക്കെ, BN, അതെന്താന്ന് എനിക്ക് അറിയണില്ല. നോക്കാം ട്ടോ. നിങ്ങളൊന്ന് നെറ്റിലൊന്ന് നോക്കിയേ. The British cooperative movement is most commonly associated with the cooperative brand. British cooperative movementന് ഒരു ഇതുള്ളത് കോപ്പറേറ്റീവ് ബ്രാൻഡാണ്. അതായത് സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് അവര് കൂടുതലായിട്ട് ഇങ്ങനെ പോയത്. വിച്ച് ഹാസ് ബീൻ അഡോപ്റ്റഡ് ബൈ സെവറൽ ലാർജ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അങ്ങനെ ആ ബ്രാൻഡ് ഒരു ബ്രാൻഡ് അങ്ങോട്ട് ഇറക്കും. ആ ബ്രാൻഡഡ് പ്രോഡക്റ്റ് നമ്പർ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. However, there are many thousands of registered cooperative business operating in UK. അതുകൂടാതെ കുറേ കോപ്പറേറ്റീവ് രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് ബിസിനസ്സസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ കോപ്പറേറ്റീവ്സ് ഉണ്ട്, കോപ്പറേറ്റീവ്സ് ഓഫ് സ്കൂൾസ് ഉണ്ട്, റീറ്റെയിൽ കോപ്പറേറ്റീവ്, അങ്ങനെ പലതരത്തിലുള്ള വൈഡ് സ്പ്രെഡ് ആൻഡ് ഡൈവേഴ്സ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് എവിടെയുള്ളത്? ബ്രിട്ടീഷിലുള്ളത്. കോപ്പറേറ്റീവ്സ് UK is the central membership organization ഫോർ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് ത്രൂ ഔട്ട് ദ UK. UK ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാവുന്ന, കോപ്പറേറ്റീവ് ഫീൽഡിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു എന്റർപ്രൈസ് ആണ് കോപ്പറേറ്റീവ് UK. ദിസ് ഈസ് എ കോപ്പറേറ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ്സ്. UK എല്ലാ കോപ്പറേറ്റീവ്സിന്റെയും ഒരു കോപ്പറേറ്റീവ് ആണ് കോപ്പറേറ്റീവ് UK. കോപ്പറേറ്റീവ്, അതായത് കോപ്പറേറ്റീവ് ഫെഡറേഷൻ. മോസ്റ്റ് കൈൻഡ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ആർ എലിജിബിൾ ടു ജോയിൻ കോപ്പറേറ്റീവ് UK. മിക്ക കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും എന്തുണ്ട്? എലിജിബിലിറ്റി ഉണ്ട്. ഇതില് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട്, കോപ്പറേറ്റീവ്സ് UK മെമ്പർഷിപ്പ് എടുക്കാനായിട്ട്. ഇനി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ഇനി ജർമ്മനിയിലത്തെ വിശേഷങ്ങൾ കേൾക്കാം. അവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ള കാലഘട്ടമാണ് 1815 to 1850. അതായത് 19th സെഞ്ചുറിയുടെ ആദ്യകാലങ്ങളിൽ, എസ്പെഷ്യലി ദ ഇയേഴ്സ് ബിറ്റ്വീൻ 1815 and 1850 റെപ്രസെന്റ്സ് ദ ഫേസ് ഇൻ വിച്ച് ബേസിക് പ്രീ കണ്ടീഷൻസ് ഫോർ റൂറൽ കോർപ്പറേഷൻസ് were laid. This era saw the breakthrough the agrarian modernization, starting with the so-called peasant liberation in Persia. അടുത്തത് പിന്നെ അങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു. ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. ഇൻഡിവിജ്വൽ ഫാർമേഴ്സിന് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജർമ്മനി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജർമ്മനി ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. അങ്ങനെ ജർമ്മനിയിൽ ഫാർമേഴ്സൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. അവർക്ക് കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം അതൊക്കെയായിരുന്നു ജർമ്മനിയിലെ സോഷ്യോ ഇക്കോണമിക് പ്രോബ്ലംസ്. അപ്പം അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അവിടെ ഏത് ടൈപ്പിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് വേണ്ടി വന്നിരുന്നു? ക്രെഡിറ്റ് ടൈപ്പ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വേണ്ടി വന്നു. ഇന്ത്യക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ത്യ കോപ്പി ചെയ്തിരിക്കുന്നത് ജർമ്മനിയിലെ മോഡലാണ്. അങ്ങനെ ജർമ്മനിയിലെ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ്. 19th മിഡിലില് അവിടെ ഫാമിൻ ഉണ്ടായി, പോവർട്ടി ഉണ്ടായി, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായി, ഇൻഡെപ്റ്റഡ്നെസ്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പുവർ ഫാർമേഴ്സ്, ലേബേഴ്സ് ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. അവർ മണി ലെൻഡേഴ്സിൽ നിന്ന് എക്സ്പ്ലോയിറ്റഡ് ആയി. അങ്ങനെ കുറേ ബിസിനസ്സൊക്കെ ജ്യൂസിന്റെ മാത്രമായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? എക്സ്ട്രീം പോവർട്ടി ആയിരുന്നു വരുന്നത്. ഓൾമോസ്റ്റ് എവരി ഹൗസ് ആൻഡ് ഫാം ലാൻഡ് വാസ് എൻകംബിൾഡ് വിത്ത് ഡെറ്റ്. എല്ലാവരും കടം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും ഒക്കെ നട്ടം വട്ടം തിരിയുന്ന ഒരു കാലഘട്ടം അവിടെയുള്ളവര്. വെൻ സച്ച് കണ്ടീഷൻസ് ആർ അറൗണ്ട്, അങ്ങനെ എല്ലാവരും ആ കഷ്ടപ്പാടുകളാകുമ്പോൾ 2 pioneers, റെയ്ഫിൻസൺ ആൻഡ് ഹെർ ഫ്രാൻസ് ഷൂൾസ്, റെയ്ഫിൻസൺ ആൻഡ് ഷൂൾസ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ് അവിടുത്തെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്, കോപ്പറേറ്റീവ് ഫീൽഡ് വഴി സോൾവ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഹെർ ഫ്രാൻസ് ഷൂൾസ് ജഡ്ജ് ദ മേയർ ഓഫ് ഡെലിഷ് എന്ന് പറയുന്ന സ്ഥലത്തെ മേയർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം കുറെ എഫേർട്സ് ഒക്കെ എടുത്ത് സ്റ്റഡിയിങ്
the conditions of farming stricken people as a chairman of a farming commission. അങ്ങനെ ഫാമിനൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ കുറെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചാരിറ്റബിൾ ബാക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പക്ഷെ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റില്ല. അത് ജനറൽ ആയിട്ടുള്ള ഒരു സത്യമാണ്. അങ്ങനെ ഇരിക്കലെ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? 1849 ഹി എസ്റ്റാബ്ലിഷ് ഹിസ് ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റി ഓഫ് ഷൂ മേക്കേഴ്സ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് മേക്കിംഗ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ബൾക്ക്. അങ്ങനെ ഷൂ ഉണ്ടാക്കുന്നവരുടെ ഒരു കൂട്ടായ്മ അദ്ദേഹം ഉണ്ടാക്കി. അതായത് ഷൂ ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങും. ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്കറിയാലോ, ഹോൾസെയിലിംഗ് പ്രൈസിൽ വാങ്ങുമ്പോൾ അങ്ങനെ മെമ്പേഴ്സിനൊക്കെ അത് സപ്ലൈ ചെയ്തു. അങ്ങനെ 1850 ഷൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ക്രെഡിറ്റ് സൊസൈറ്റി in his native town. Its function was to raise funds. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഫണ്ട് റേസ് ചെയ്യുക, മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഷൂൾസ് ഫോർമുലേറ്റഡ് സം പ്രിൻസിപ്പിൾസ് ആൻഡ് പബ്ലിഷ് ദം ഇൻ ബുക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടായി. അങ്ങനെ ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തു. കുറെ കോപ്പറേറ്റീവ്സ് അങ്ങനെ അതിനനുസരിച്ച് വളർന്നു വന്നു. കുറെ ബാങ്ക്സ് ഉണ്ടായി. ജനറൽ യൂണിയൻ ഓഫ് ജർമ്മൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഹി റിമൈൻഡഡ്. അങ്ങനെ ഒരു വലിയൊരു സെൽഫ് ഹെൽപ്പ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ മരണം വരെ അതിന്റെ ചാർജ് ഒക്കെ ആയിട്ട് പോയത്. ഹി ഓൾസോ സെക്യൂർഡ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഫ്രം പ്രഷ്യ 1867. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം റൈഫിൻസൺ അദ്ദേഹവും വളരെയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതിന് അദ്ദേഹവും ഒരു സ്ഥലത്തിന്റെ മേയർ ആയിരുന്നു. അദ്ദേഹം ജനങ്ങളുടെയൊക്കെ കഷ്ടപ്പാടുകൾ ഇതൊക്കെ കണ്ട് അങ്ങനെയുള്ളതൊക്കെ കണ്ട് അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരണമെന്ന് അദ്ദേഹവും തീരുമാനിച്ചു. അങ്ങനെ പേരുടെയും കുറെ പോളിസീസും ഒക്കെ വന്നതിന്റെ ഫലമായിട്ട് കുറെ മാറ്റങ്ങൾ അവിടെ വരുത്താനായിട്ട് സാധിച്ചു. ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് വാസ് ഓൾ റൈഫിൻസൺ യൂണിയൻ വാസ് ഓൾസോ സെറ്റപ്പ്. അപ്പൊ റൈഫിൻസൺ ലെയ്ഡ് ദ മാക്സിമം സ്ട്രെസ് ഓൺ മോറൽ ആസ്പെക്ട്സ് ഓഫ് വർക്കിംഗ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, social equality, non-profit motive, and joint liability. He believed in the capitalization of character and wanted members to help one another and increase their borrowing power by pooling their resources in present and future. അങ്ങനെ ജനങ്ങളുടെയൊക്കെ റിസോഴ്സ് ഒക്കെ പൂൾ ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒക്കെ വർക്ക് ചെയ്ത് ഫിനാൻഷ്യലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഓൺ ദി അതർ സൈഡ് ഷൂൾസ് ബിലീവ്ഡ് ദാറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി റൺ ഇൻ ബിസിനസ് ലൈൻസ്. ഷൂൾസ് എന്തിലാണ് വിശ്വസിച്ചിരുന്നത്? ബിസിനസ് കണ്ടക്ട് ചെയ്യണം, ബിസിനസ് ചെയ്യണം. അപ്പോഴാണ് ഇതൊക്കെ നിർത്തലാവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നൊക്കെയായിരുന്നു ഷൂൾസിന്റെ വിശ്വാസം. ഓക്കെ, ബാക്കിയുള്ള നാളെ എടുക്കാം കേട്ടോ. താങ്ക് യു.